എല്ലാവർക്കും സ്വാഗതം. ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച സ്കൂൾ സമയമാറ്റ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചർച്ച സർക്കാർ വിളിച്ചു ചേർക്കുകയും ആ ചർച്ചയിൽ സമസ്തയുടെയും അതോടൊപ്പം തന്നെ മറ്റ് സംഘടനകളുടെയും ഒക്കെ പ്രതിനിധികൾ പങ്കെടുക്കുകയും ഒടുവിൽ സർക്കാർ ഇത് സംബന്ധിച്ച തീരുമാനം പ്രഖ്യാപിക്കുകയും ചെയ്ത ഒരു പശ്ചാത്തലം നമുക്കെല്ലാവർക്കും അറിയാം. ഈ ഒരു സാഹചര്യത്തെ തുടർന്ന് പിന്നീട് പലതരത്തിലുള്ള ആഖ്യാനങ്ങളും വ്യാഖ്യാനങ്ങളും സമസ്തയ്ക്കെതിരായും അതോടൊപ്പം തന്നെ ഈ നിലപാടുള്ള സംഘടനകളുമായി ബന്ധപ്പെടുത്തിയൊക്കെ പലരും പലതരത്തിലും ഇതിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് പോകുന്നുണ്ട്. എന്താണ് അതിൻ്റെ വാസ്തവം എന്നത് സംബന്ധിച്ച് അറിയാൻ പ്രേക്ഷകർക്കും ആഗ്രഹമുണ്ട്. ഇതിനോട് പ്രതികരിക്കാൻ സമസ്ത മാനേജർ കെ മോയിൻകുട്ടി മാസ്റ്റർ തന്നെ ഇപ്പോൾ നമ്മുടെ കൂടെയുണ്ട്. മോയിൻകുട്ടി മാഷ് ഈ ചർച്ചയിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയുമായി ബന്ധപ്പെട്ട് ആ ചർച്ചയിൽ പങ്കെടുത്ത വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിന് ഇക്കാര്യം കൂടുതൽ പറയാൻ സാധിക്കും. പക്ഷേ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഇപ്പം നമ്മളാദ്യം ഇത്തരമൊരു സ്കൂൾ സമയമാറ്റ വിഷയം വലിയ കോളിളക്കം കേരളത്തിലുണ്ടാകുന്നു. സമസ്ത ഉൾപ്പെടെ വലിയ പ്രതിഷേധത്തിൻ്റെ മുഖത്തേക്ക് എത്തും എന്ന ഒരു പ്രതീതി വരുന്നു. പിന്നീട് ചർച്ചയായാൽ നമ്മൾ അനുകൂലമാണെങ്കിൽ പിൻവാങ്ങും അല്ലെങ്കിൽ സമരം അവസാനിപ്പിക്കുമെന്ന് സമസ്ത തന്നെ പറയുന്നു. എങ്ങനെയാണ് പിന്നീട് ഈ സമരം അവസാനിക്കുന്നതും ആ അവസാനിക്കുന്നിടത്തേക്ക് ചർച്ച എന്തായിരുന്നു യഥാർത്ഥത്തിൽ? ഈ വിഷയം ജൂൺ 10 ഗവൺമെൻറ് സ്കൂളിൻ്റെ പഠന സമയത്തിൽ ഒരു ക്രമീകരണം വരുത്തിക്കൊണ്ട് ഒരു ഉത്തരവിറക്കി. അതിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട്, അത് ഞാൻ ശേഷം വിശദീകരിക്കാം. ജൂൺ 10 ഈ ഉത്തരവ് വന്ന ഉടനെ തന്നെ ജൂൺ 11 നമ്മൾ തിരുവനന്തപുരത്ത് വെച്ച് മുഖ്യമന്ത്രി പങ്കെടുത്ത ഒരു ചടങ്ങിൽ വെച്ച് സംസ്ഥയുടെ പ്രസിഡന്റ് സെയ്ദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ആ വേദിയിൽ വെച്ച് ഇത് പെടുത്തുകയും അന്ന് തന്നെ മുഖ്യമന്ത്രിക്ക് ഒരു നിവേദനം സമസ്ത പ്രസിഡന്റ് സമർപ്പിക്കുകയും ചെയ്തു. ഇതിനുള്ള വിചാരണ 9:45 സ്കൂൾ പ്രവർത്തനം ആരംഭിച്ച് വൈകിട്ട് 4:15 അവസാനിപ്പിക്കുന്ന രീതിയിലാണ് ഉത്തരവിൽ വന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും നമ്മുടെ മദ്രസ പഠനത്തെ ബാധിക്കുന്ന ഒരു രീതിയാണ് ഈ നേരത്തെ ഈ സ്കൂൾ പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന പശ്ചാത്തലം. 2007 ഇങ്ങനെ ഒരു ശ്രമം നടത്തിയോ അന്ന് എല്ലാവരും ഒന്നിച്ച് ശബ്ദമുയർത്തി, പ്രത്യേകിച്ച് സംസ്ഥയും അതോടെ വിവിധ സംഘടനകളൊക്കെ ഒരു കോർഡിനേഷൻ രൂപീകരിച്ച് അന്ന് അതിൻ്റെ കോർഡിനേറ്ററായി പ്രവർത്തിച്ച ആളാണ് ഞാൻ. ശക്തമായൊരു മൂവ്മെൻറ്റ് നടത്തി അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി MA ബേബി ആയിരുന്നു. അദ്ദേഹം യോഗം വിളിച്ചു കൂട്ടി ചർച്ച ചെയ്തു, അതിനൊരു പരിഹാരം ഉണ്ടാക്കി. ഇങ്ങനെ ഒരു പ്രശ്നം ഏതായിരുന്നാലും ഉദ്ദേശിക്കുന്നില്ല, അതിൽ നിന്ന് പിൻവാങ്ങാം എന്ന് പറഞ്ഞു. ആ ഒരു സാഹചര്യം നമ്മുടെ കേരളത്തിൻ്റെ ഒരു സാഹചര്യമുണ്ട്, ഒരു പാരമ്പര്യമുണ്ട്. അതിവിടെ എല്ലാ വിഭാഗം ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രത്യേകിച്ച് മദ്രസ പഠനത്തെയൊക്കെ ബാധിക്കാത്ത രീതിയിലാണ് സമയക്രമം ഇവിടെ വരുത്തിയിട്ടുള്ളത്. രാവിലെ 10 മണി തുടങ്ങി വൈകുന്നേരം 4 മണി വരെ അവസാനിക്കുക ജനറൽ കലണ്ടർ പ്രകാരം. അതോടൊപ്പം തന്നെ മുസ്ലിം കലണ്ടർ പ്രകാരം പ്രവർത്തിക്കുന്ന സ്കൂളുണ്ട്. അവിടെ രാവിലെ 10:30 തുടങ്ങി വൈകിട്ട് 4:30 അവസാനിപ്പിക്കുന്ന ക്രമമാണ്. അതിൽ മാറ്റം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ മദ്രസയിൽ പോകുന്ന വിദ്യാർത്ഥികളുടെ പഠന സമയത്തെ അത് ബാധിക്കുന്നു എന്നതുകൊണ്ടാണ് സമസ്ത പ്രത്യേകമായി ഈ ഉത്തരവ് ഇറങ്ങിയതിൻ്റെ തൊട്ട് പിറ്റേന്ന് തന്നെ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ കാര്യങ്ങൾ ഔദ്യോഗികമായി പ്രസിഡന്റ് പെടുത്തിയിട്ടുള്ളത്. അത് സമസ്തയുടെ ഒരു ഉത്തരവാദിത്തമാണ്, അത് നിർവഹിച്ചു. അന്ന് തന്നെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി നിലമ്പൂർ അന്ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സന്ദർഭമാണ്. അവിടെ വാർത്താമാധ്യമങ്ങളുമായിട്ട് സംസാരിച്ചപ്പോൾ ഇങ്ങനെ സമസ്ത സ്കൂൾ പഠന സമയമായിട്ട് ബന്ധപ്പെട്ട് നിവേദനം തന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ കാര്യത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ സമസ്ത പ്രതീക്ഷ പ്രകടിപ്പിച്ചു, എന്തായിരുന്നാലും പരിഹാരം ഉണ്ടാവും. അങ്ങനെ ഒരു മാസം പിന്നിട്ടു. ഇത് ഇംപ്ലിമെൻ്റ് ചെയ്ത് മുമ്പോട്ട് പോയപ്പോഴാണ് വീണ്ടും ഈ പ്രയാസങ്ങൾ പരിഹരിക്കാത്തൊരവസ്ഥയിൽ സമസ്തയുള്ള മദ്രസ മാനേജ്മെൻറ്റ് അസോസിയേഷൻ, നമ്മൾ മദ്രസകളുടെ ഭരണങ്ങൾ നിർവഹിക്കുന്ന സംവിധാനമാണ് മാനേജ്മെൻറ്റ് അസോസിയേഷൻ. അവർ യോഗം ചേർന്ന് സമസ്തയുടെ ഇസ്ലാം മത വിദ്യാഭ്യാസ കൊണ്ട് അംഗീകാരത്തോടു കൂടി ഒരു പ്രക്ഷോഭ പരിപാടികൾ പ്രഖ്യാപിച്ചു. ഇത് പിൻവാങ്ങിയില്ലെങ്കിൽ ശക്തമായ സമരവുമായി മുമ്പോട്ട് പോകുമെന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില സമരപരിപാടികളൊക്കെ കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ച് പ്രഖ്യാപനം നടത്തി. അപ്പോൾ ഈ മന്ത്രി നെഗറ്റീവായിട്ടായിരുന്നു ചില ടോക്കുകളൊക്കെ നടത്തിയത്. അങ്ങനെ സംസ്ഥയുടെ പ്രസിഡന്റ് തന്നെ ശക്തമായ ഭാഷയിൽ ഈ കാര്യം പറഞ്ഞു. പിന്നീട് സംസ്ഥയുടെ പ്രസിഡന്റിനെ മന്ത്രി ഫോണിലൂടെ വിളിച്ചുകൊണ്ട് നമുക്ക് ചർച്ചയാവാം എന്ന രീതിയിൽ പിന്നീട് മന്ത്രി പറഞ്ഞു. അങ്ങനെയാണ് തിരുവനന്തപുരത്ത് ഞങ്ങൾ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുള്ളത്. ആ ചർച്ചയിൽ യഥാർത്ഥത്തിൽ സമസ്തയെ ഇപ്പോഴത്തെ ഒരു ചർച്ച തന്നെ സമസ്ത കീഴടങ്ങി അല്ലെങ്കിൽ പ്രക്ഷോഭത്തിൽ നിന്ന് പിന്മാറി എന്ന തരത്തിലൊക്കെയാണ് ഇപ്പം നടക്കുന്ന ചർച്ചകൾ. ആ ചർച്ചയിൽ എന്താണ് യഥാർത്ഥത്തിൽ സമസ്തക്ക് അനുകൂലമായിട്ട് ഉണ്ടായിട്ടുള്ളത്? ആ ചർച്ചയ്ക്ക് ക്ഷണിച്ചപ്പോൾ സമസ്ത നേതൃത്വം അതിന് നിയോഗിച്ചിട്ടുള്ളത് ഒന്ന് ബഹുമാന്യ സമസ്തയുടെ ട്രഷറർ
കൊയ്യോട് ഉമ്മർ ഉസ്താദിൻ്റെ നേതൃത്വമുള്ള ഒരു സംഘത്തെയാണ്. സമസ്തയുടെ സെക്രട്ടറി മുക്കം ഉമ്മർ ഫൈസി, ഈ വിഷയം ഈ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുന്ന സമസ്തയിലെ മദ്രസ മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറി പുത്തനൈ മൊയ്തീൻ ഫൈസി ഉസ്താദ്, പിന്നെ വർക്കിംഗ് സെക്രട്ടറി കെ തങ്ങൾ, മാനേജർ എന്നുള്ള നിലയ്ക്ക് ഞാൻ, എസ് കെ എസ് നേരത്തെ ഇതിനെതിരെ പ്രതികരിച്ചാണ് ചില ക്യാമ്പയിനൊക്കെ നടത്തി വരികയാണ്. അപ്പോൾ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട് എസ് കെ എസ് എഫിൻ്റെ ജനറൽ സെക്രട്ടറി ഒ പി മുഹമ്മദ് അഷറഫ്, പിന്നെ നമ്മുടെ ഈ ലീഗൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നമ്മളെ PRO അഡ്വക്കേറ്റ് തയ്യബ് ഉദവി, ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് സമസ്ത നേതൃത്വം ഇതിനു വേണ്ടി ചുമതലപ്പെടുത്തിയത്. കൊയ്യോട് ഉസ്താദിന് അന്ന് അനിവാര്യമായ കാരണത്താൽ അന്ന് വരാൻ കഴിഞ്ഞില്ല, മറ്റുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ 3:30 കഴിഞ്ഞ ഈ 25 വെള്ളിയാഴ്ച ഞങ്ങൾക്ക് സമയം അനുവദിച്ചിരുന്നു. അങ്ങനെ ഞങ്ങൾ 3:30 അവിടെ ചേംബറിലെത്തി, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ചേംബറിൽ ഞങ്ങൾ ചർച്ച ആരംഭിച്ചു. ഈ സാഹചര്യം ഗവൺമെൻറ് വിശദീകരിച്ചു, മന്ത്രി വിശദീകരിച്ചു. ഇതുണ്ടായിട്ടുള്ള പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ ഈ RTE പ്രകാരം, റൈറ്റ് എഡ്യൂക്കേഷൻ ആക്റ്റും കേരള എഡ്യൂക്കേഷൻ റൂളിനും കൃത്യമായി പറയുന്നുണ്ട് കുട്ടികളുടെ പഠന ദിവസങ്ങൾ വർഷത്തിൽ 220 വർക്കിംഗ് ഡേ വേണമെന്നും 1100 ബോധന സമയം ലഭ്യമാക്കണം എന്ന് KERലും RTEയിലും പറയുന്നുണ്ട്. അത് കേരളത്തിൻ്റെ സാഹചര്യത്തിൽ അത്രയും ദിവസങ്ങളും പഠന സമയം കിട്ടുന്നില്ല. അതുകൊണ്ട് ഈ വിഷയം എറണാകുളം ജില്ലയിലെ ബിട്ടൂർ എബനൈസർ HSSലെ അവിടെയുള്ള PTAയും അവിടുത്തെ മാനേജറും കോടതിയെ സമീപിച്ചു. കേരളത്തിലെ കുട്ടികൾക്ക് RTE പ്രകാരം അതോടൊപ്പം KER പ്രകാരം സാധ്യമായ 220 ദിവസം കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയെ സമീപിച്ചു. കോടതി അതിന് ഡയറക്ഷൻ കൊടുത്തു, സർക്കാരിന്, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം കൊടുത്തു. ആ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തു, ഗവൺമെൻറ് 2024-25 വിദ്യാഭ്യാസ കലണ്ടർ ഇറക്കിയപ്പോൾ 25 ശനിയാഴ്ച കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് 220 ദിവസം തയ്ച്ചു കലണ്ടർ ഇറക്കി പ്രസിദ്ധീകരിച്ചപ്പോഴാണ് ഈ ഒരു പ്രശ്നത്തിൻ്റെ തുടക്കം എന്ന് വിദ്യാഭ്യാസ നേരത്തെ 204 അധ്യയനം 204, 200 ഒക്കെ കിട്ടുന്നുള്ളൂ. അതിൻ്റെ താഴെയാണ് കിട്ടുന്നത്. നമ്മളെ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ ഈ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ അവധിയുള്ളത് കേരളത്തിലാണ്. സാധ്യത ദിവസങ്ങൾ കേരളത്തിലാണ്. അതിൻ്റെ കണക്കൊക്കെ സ്വാഭാവികമായിട്ട് എടുത്താൽ നമുക്ക് കിട്ടും. ഗുജറാത്തിൽ 243 വർക്കിംഗ് ഡേ ഉണ്ട്. അതോടൊപ്പം തന്നെ UPയിൽ, ഉത്തർപ്രദേശിൽ 233 വർക്കിംഗ് ഡേ ഉണ്ട്. കർണാടക 200, നമ്മളെ തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടക 244 വർക്കിംഗ് ഡേ കിട്ടുന്നുണ്ട്. ആന്ധ്രാപ്രദേശിൽ 233 വർക്കിംഗ് ഡേ കിട്ടുന്നുണ്ട്. ഡൽഹിയിൽ, ഈ തലസ്ഥാന നഗരിയിലെ ഡൽഹിയിൽ ഒട്ടനവധി അവധിയും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ട പ്രദേശത്ത് പോലും 220 വർക്കിംഗ് ഡേ തികയുന്നുണ്ട്. കേരളത്തിൽ മാത്രമാണ് ഈ വർക്കിംഗ് ഡേ ഇത്രയും കുറഞ്ഞു വന്നിട്ടുള്ളത്. അത് RTEയിൽ പ്രത്യേകം പറയുന്നുണ്ട്, അതോടൊപ്പം KERലും പറയുന്നുണ്ട്. അത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ഈ രക്ഷിതാവും PTAയും അതോടൊപ്പം സ്കൂൾ അധികൃതരും എന്ത് ചെയ്ത് കോടതിയെ സമീപിച്ച്. അതിൻ്റെ പശ്ചാത്തലമൊക്കെ മന്ത്രി ഞങ്ങളോട് പറഞ്ഞു. പക്ഷേ ഈ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ 220 വർക്കിംഗ് ഡേ തെച്ചുകൊണ്ട് അക്കാദമിക് കലണ്ടർ 2024-25 പ്രസിദ്ധീകരിച്ചപ്പോൾ അതിനെതിരെ 5 അധ്യാപക സംഘടനകൾ കോടതിയെ സമീപിച്ചു. ഒന്ന് പ്രധാനമായിട്ടും അത് മന്ത്രി പരാമർശിക്കുകയുണ്ടായി, നിങ്ങളുടെ സംഘടനയിൽപ്പെട്ട ആൾ തന്നെയാണ് കോടതിയെ പോയത് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, മന്ത്രിയുടെ ചർച്ചയിൽ നിങ്ങളുടെ സംഘടന എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ സംഘടന എന്ന് പറയുമ്പോൾ ഞാൻ KTFൻ്റെ ജനറൽ സെക്രട്ടറിയായി 11 വർഷം വർക്ക്. ഞാൻ പറഞ്ഞു, സാറിനോട് ഞാൻ പറഞ്ഞു, മന്ത്രിയോട് ഞാൻ പറഞ്ഞു, ഞാൻ QIP മോണിറ്ററിംഗ് കമ്മിറ്റി അംഗമായിരുന്നു. ഗവൺമെൻറ് വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒട്ടേറെ സമിതിയിൽ ഞാൻ അംഗമായിരുന്നു. 11 വർഷം അധ്യാപക സംഘടനയുടെ തലപ്പത്ത് ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ച ആളാണ് എന്നൊക്കെ ഞാൻ മന്ത്രിയോട് പറഞ്ഞു. വ്യക്തിപരമായി നേരത്തെ എന്നെ ഒക്കെ അറിയാം. അപ്പോൾ അതുകൊണ്ട് എൻ്റെ സംഘടന എന്ന് പറഞ്ഞാൽ KTF, അതോടെ മുസ്ലിമിൻ്റെ സംഘടനയായ KSTU, കോൺഗ്രസിൻ്റെ സംഘടനയായ KPSTA, പിന്നീട് തന്നെ മറ്റൊരു സംഘടനയായ KGPTA, പിന്നെ കേരള കോൺഗ്രസിൻ്റെ സംഘടനയായ KSTF. ഇത്രയും സംഘടനകൾ അവർ 2 വിദ്യാർത്ഥികളെയും അതോടൊപ്പം തന്നെ ഒരു രക്ഷിതാവിനും വെച്ചുകൊണ്ട് അവർ കേരള ഹൈക്കോടതിയെ സമീപിച്ചു. ഈ ശനിയാഴ്ച പ്രവൃത്തി ദിവസം 25 സാധ്യമായ ശനിയാഴ്ച ഒഴിവാക്കി തരണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ കോടതിയെ സമീപിച്ചു. കോടതി അനുകൂലമായിട്ട് ഉത്തരവ് വന്നു. കോടതി ഉത്തരവ് വന്ന ഉടൻ തന്നെ കോടതി പറഞ്ഞു, ഇത് കുട്ടികൾക്ക് എന്തായിരുന്നാലും ഈ അവകാശം ലഭിക്കണം, അതിനുള്ള ക്രമീകരണങ്ങൾ എന്ത് ചെയ്യണം, സർക്കാർ വരുത്തണം എന്ന് കോടതി ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടു. അപ്പോൾ ആ ശനിയാഴ്ച ഒഴിവ് കൊടുത്തതിന് മണിക്കൂർ വെച്ചിട്ടാണ് ഈ മണിക്കൂർ. അങ്ങനെ കോടതി നിർദ്ദേശപ്രകാരം സർക്കാർ ഒരു 5 അംഗ വിദഗ്ധ സമിതി വെച്ചു. ആ 5 അംഗ വിദഗ്ധ സമിതിയാണ് ഇങ്ങനെ ഒരു പ്രപ്പോസൽ നടത്തിയിട്ടുള്ളത്. അപ്പം വിദ്യാഭ്യാസ മന്ത്രി ഇതിൻ്റെ പശ്ചാത്തലമൊക്കെ ഞങ്ങളോട് പറഞ്ഞു, അതിൻ്റെ നാൾ വഴികൾ പറഞ്ഞു, കേസിന് ആസ്പദമായ കാര്യങ്ങൾ പറഞ്ഞു. കോർട്ട് അലക്ഷ്യമായി വരുന്ന ഒരു വിഷയം ഇതിലുണ്ട്. ഞങ്ങൾ കോടതിക്ക് എന്ത് ചെയ്തു, ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതുകൊണ്ട് ഈ കൊല്ലം ഇത് ഞങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട്, അതുകൊണ്ട് നിങ്ങൾ സഹകരിക്കണം എന്ന് ഞങ്ങളോട് ആവശ്യപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, സാർ ഞങ്ങൾ എന്ത് ചെയ്യാം, ഞങ്ങളുടെ പ്രശ്നം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ പ്രശ്നം ഞങ്ങൾക്കറിയാം,
ഇങ്ങനെ വേറെയും ചില പരാതികളും കാര്യങ്ങളൊക്കെ വന്നിട്ട് അത് ഞങ്ങൾക്കറിയാം. അത് നമുക്ക് പരിഹരിക്കാം. അടുത്ത വർഷം നമുക്ക് എന്ത് ചെയ്യാം, ചർച്ച ചെയ്തിട്ട് പരിഹരിക്കാം. ഈ വർഷം 2 മാസമായി ഇത് എന്ത് ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് ഇനി ഒരു കോർട്ട് അലക്ഷ്യമായിട്ട് വരും. അതിൻ്റേതായ പ്രയാസങ്ങൾ അദ്ദേഹം പങ്കുവച്ചു. ആ പങ്കുവച്ചാൽ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങളിപ്പം സ്വാഭാവിക സമസ്ത പോലെയുള്ള ഒരു സംഘടന എന്ന് പറഞ്ഞ കാര്യം ന്യായത്തിന് വേണ്ടിയാണ് എപ്പോഴും ശബ്ദിക്കാറ്. അല്ലെങ്കിൽ അനാവശ്യമായ സമരം ഞങ്ങളുടെ ശൈലിയല്ല. അതുകൊണ്ട് ഈ പ്രയാസം ഞങ്ങൾ ബോധ്യപ്പെടുത്തി സാറിനെ. അപ്പോൾ അദ്ദേഹം ആ കാര്യങ്ങൾ ഉൾക്കൊണ്ടു. പക്ഷേ ഈ വർഷത്തെ ഒരു പ്രയാസം കൊണ്ട് നിങ്ങളൊന്ന് സഹകരിക്കണം, അടുത്ത വർഷം നമുക്ക് ചർച്ച ചെയ്ത് പരിഹാരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് ഒരു മാന്യമായ രീതിയിൽ സംസാരം നടത്തി ഞങ്ങൾ പിരിഞ്ഞതാണ്. അത് ഞങ്ങൾ മീഡിയ പ്രതിനിധികൾ പങ്കുവെച്ചു. ബഹുമാന്യനായ ഉമ്മർ ഫൈസി കാര്യങ്ങൾ പറഞ്ഞു, ഞാൻ വിശദീകരിച്ചു. അതിന് പുറമെ ബഹുമാന്യനായ പുത്തനൈ പ്രത്യേകമായ നമ്മളെ മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ സെക്രട്ടറി പുത്തനൈ ഉസ്താദ് പ്രത്യേകമായി മീഡിയ വണ്ണിനോട് പ്രത്യേകമായി ഇൻ്റർവ്യൂ ആ രീതിയിൽ പറഞ്ഞു. അതിൻ്റെ എല്ലാ പശ്ചാത്തലങ്ങളും ഒക്കെ ഞങ്ങൾ പറഞ്ഞു. അത് മാത്രമല്ല, ഞങ്ങളുടെ ചർച്ചയ്ക്ക് മന്ത്രി പ്രത്യേകമായി പറഞ്ഞു, ഇതിന് ശേഷം മാനേജ്മെൻറ്റിൻ്റെ പ്രതിനിധികൾ അതോടൊപ്പം പിന്നെ സ്കൂൾ അസോസിയേഷൻ്റെ പ്രതികളുമായിട്ട് ചർച്ചയുണ്ട്, അതിൽ നിങ്ങൾ പങ്കെടുത്തുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ കൃത്യമായി അവിടെയും പറയണം എന്ന് വിദ്യാഭ്യാസ മന്ത്രി തന്നെ കാര്യങ്ങൾ ഞങ്ങളോട് ആവശ്യപ്പെടുകയുണ്ടായി. അങ്ങനെയാണ് അതിന് ശേഷം നടന്നിട്ടുള്ള മാനേജ്മെൻറ്റിൻ്റെ ചർച്ച വന്നിട്ടുള്ളത്. 2 കാര്യങ്ങൾ. ഒന്ന്, അടുത്ത വർഷം ഈ ഒരു പദ്ധതി ആലോചിക്കാം എന്ന് പറയുന്നു. അപ്പോൾ അടുത്ത വർഷം കോടതി ഉത്തരവ് നിലനിൽക്കുന്നതായിരിക്കില്ലേ? അതിലെങ്ങനെയാണ് ആ ഒരു പ്രശ്നപരിഹാരം? സ്വാഭാവികമായിട്ടും അത് സംഘടനകളുമായിട്ട് ചർച്ച ചെയ്ത് എല്ലാവർക്കും സ്വീകാര്യമായ ഒരു നിർദ്ദേശം വെച്ചുകൊണ്ട് കോടതി ആ കാര്യങ്ങൾ ഗവൺമെൻറ് തന്നെ ഔദ്യോഗികമായിട്ട് അറിയിച്ച് ശരിയാക്കാവുന്നേ ഉള്ളൂ. ഇങ്ങനെ പിന്നെ വേണമെങ്കിൽ നമുക്ക് മന്ത്രി ഇങ്ങനെ പറഞ്ഞു, നിങ്ങളും കോടതിയെ സമീപിച്ചോളി എന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നിയമവിദഗ്ധരുമായി ആലോചിച്ചിട്ട് എങ്ങനെയാണ് കോടതിയെ സമീപിക്കാൻ പോകുന്നത് നമുക്ക് ചർച്ച ചെയ്യാവുന്നേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും അതിന് പ്രയാസം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ ഉച്ചയ്ക്ക് ഞങ്ങൾ ചർച്ച കേസ് നടത്തുന്ന മാനേജ്മെൻറ്റും പ്രതികളും പങ്കെടുത്തത് ഇതിന് പ്രയാസം, ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോണ്ടായുള്ള പ്രയാസം കുട്ടികൾക്ക്, രക്ഷിതാക്കൾക്ക് സ്കൂളിൻ്റെ അകത്ത്. കാരണം 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ പഠിപ്പിക്കുന്ന സ്കൂളുകളുണ്ട്. അവർക്ക് 2-3 വ്യത്യസ്ത രീതിയിലുള്ള അവിടെ ടൈം ടേബിൾ, അവിടെ ബെല്ലടിക്കൽ, അധ്യാപകർ വരുമ്പം കുട്ടികളുടെ യാത്ര പ്രശ്നം, ഇതൊക്കെ അവിടെ അഭിമുഖീകരിക്കുന്ന അവരും ആ യോഗത്തിൽ പറഞ്ഞു. ഒരു 10-12 മാത്രം ഒരു ബുദ്ധിമുട്ടല്ല. നമ്മളത് കൃത്യമായി പറഞ്ഞു. സമസ്തയുടെ അഭിപ്രായത്തോട് അവരെല്ലാവരും ചോദിച്ചു. 1-2 പ്രതികൾ മാത്രമാണ് ഗവൺമെൻറ്റിൻ്റെ ഈ സംവിധാനത്തോട് ഞങ്ങൾ 100% യോജിക്കുന്നു എന്ന് പറഞ്ഞു. മറ്റുള്ള ഭൂരിപക്ഷ ആൾക്കാരും നമ്മുടെ ഈ അഭിപ്രായത്തോട്, നമുക്ക് ഈ ഉള്ള അഭിപ്രായം, നമുക്കുണ്ടായ പ്രയാസം സ്കൂൾ മദ്രസ പഠനത്തോടൊപ്പം മറ്റ് സമൂഹത്തിൻ്റെ പ്രയാസം നമുക്ക് മുസ്ലിം മാനേജ്മെൻറ്റ് മാത്രമല്ല, എല്ലാ വിഭാഗവും. ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് ഉണ്ടായിരുന്നു, SNDP മാനേജ്മെൻറ്റ് ഉണ്ടായിരുന്നു, NSS ഉണ്ടായിരുന്നു, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള MESൻ്റെ പ്രതിനിധി ഉണ്ടായിരുന്നു. അതോടൊപ്പം മറുഭാഗത്തുള്ള കാന്തപുരം സമസ്ത വിഭാഗത്തിൻ്റെ പ്രതിനിധികളുണ്ടായിരുന്നു. ഇവരെല്ലാവരും ഈ കാര്യത്തോട് യോജിച്ചുകൊണ്ട് സംസാരിക്കുകയുണ്ടായിട്ടുള്ളത്. മന്ത്രിക്കും അത് ബോധ്യപ്പെട്ടു. ആ യോഗത്തിലും മന്ത്രി പറഞ്ഞ്, ഈ കൊല്ലം ഇങ്ങനെ ഈ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് നിങ്ങൾ സഹകരിക്കണമെന്നും തുടർന്ന് അടുത്ത വർഷം നമുക്ക് ചർച്ച ചെയ്ത് പരിഹാരം ഉണ്ടാക്കാമെന്ന് തന്നെയാണ് ആ യോഗത്തിൽ പറഞ്ഞത്. പിന്നെ മന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ എന്തോ അറിഞ്ഞിട്ട് മന്ത്രി അതാണ് അടുത്തൊരു പ്രശ്നമായിട്ട് വന്നത്. കാരണം മന്ത്രിയായിട്ടുള്ള കൂടിക്കാഴ്ച കഴിഞ്ഞതിന് ശേഷം സംസ്ഥ പറയുന്നു ഇങ്ങനെ പോസിറ്റീവാണ് എന്ന് പറയുകയും മന്ത്രി അത് അങ്ങനെ ഒരു ഉറപ്പൊന്നും ഞങ്ങൾ കൊടുത്തിട്ടില്ല എന്ന് പറയുന്നത് സംഭവിക്കുന്നത്. സമസ്ത മാത്രമല്ല, അതിൻ്റെ ശേഷം ഞങ്ങൾ വാർത്താ മാധ്യമങ്ങൾ കണ്ടതിന് ശേഷം AP വിഭാഗത്തിൻ്റെ നേതാക്കളും പത്രക്കാരെ കണ്ട് സമീപിച്ച് ഞങ്ങൾ പറഞ്ഞ അതേ കാര്യം തന്നെ. കാരണം അവിടെ നടന്ന യഥാർത്ഥ രീതിയാണ് അവരും പറഞ്ഞത്. മന്ത്രി ഞങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയേണ്ട കാര്യങ്ങൾ അവിടെ അവതരിപ്പിച്ചു. അത് മാത്രമല്ല, സമസ്ത നേരത്തെ തയ്യാറാക്കിയതിന് ഒരു നല്ലൊരു നിർദ്ദേശം അവിടെ സമർപ്പിച്ചു, മന്ത്രിക്ക് അത് സമർപ്പിച്ചു. ഞങ്ങൾ ചർച്ച ചെയ്തു. അതിന് അനുകൂലമായിട്ട് മന്ത്രി പോസിറ്റീവായി കണ്ട് കാര്യങ്ങളെല്ലാം തന്നെ നല്ലൊരു അന്തരീക്ഷത്തിൽ പിരിഞ്ഞ അതേ കാര്യം തന്നെയാണ് AP വിഭാഗം നേതാക്കളും പത്രക്കാരോട് പറഞ്ഞത്. അതേ കാര്യം തന്നെ മദ്രസ മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറി പുത്തനൈ ഉസ്താദും മീഡിയ വൺ പ്രതിനിധിയോട് ഇൻ്റർവ്യൂവിൽ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെയൊക്കെ വന്നതിന് ശേഷം പിന്നെ എന്താണ് മന്ത്രി അങ്ങനെ ഒരു രീതി സംസാരിച്ച് നമുക്കറിയില്ല. കാരണം ഒരിക്കലും ആ രീതിയിലല്ല അവിടെ സ്വാഭാവികമായിട്ട് ഈ വിഷയം ചർച്ച ചെയ്യുമ്പം മന്ത്രി പലപ്പോഴും പലതരത്തിൽ ജിഫ്രി തങ്ങൾക്ക് പോലും ഒരു സമയത്ത് വളരെ രൂക്ഷമായിട്ട് പ്രതികരിക്കേണ്ട ഒരു അവസ്ഥയുണ്ടായി. മന്ത്രി ഒരു ലാഘവത്തോട് കൂടിയിട്ട് ഈ വിഷയത്തെ കാണുന്നതായിട്ട് അങ്ങനെ ഒരു അഭിപ്രായം എനിക്ക് തോന്നുന്നത്. എന്തോ ഈ പ്രശ്നം ഇതിന് പ്രത്യേകമായി വഴങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ മറ്റേതെങ്കിലുമൊക്കെ കോണുകളിൽ നിന്നുള്ള പ്രത്യേക വിമർശനങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ എന്തോ ഒരു ഉൾഭയം ആണോ എന്നാണ് ആശങ്ക. ആ രീതിയിൽ പ്രതികരിക്കേണ്ട ആവശ്യമല്ല. കാരണം പിന്നെ മന്ത്രി ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും അവരുടെ പക്ഷം ന്യായീകരിക്കുക എന്നുള്ളത് അവരുടേതായ ഒരു രീതിയാവുമല്ലോ. സ്വാഭാവികമായിട്ട് ഏത് സർക്കാരും ഏത് മന്ത്രിയാണെങ്കിലും നേരത്തെ ഒരു കാര്യം തീരുമാനിച്ച് നടപ്പാക്കുമ്പോൾ അതിന് ന്യായീകരിക്കൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു ഒക്കെ എന്തോ അറിയില്ല. ഒരു ഔചിത്യക്കുറവുണ്ട് എന്നുള്ള അഭിപ്രായം.
സ്വാഭാവികമായിട്ടും മന്ത്രിയെ ഞങ്ങളോട് പറഞ്ഞതും ശേഷം നടന്ന ചർച്ചയിൽ മാനേജ്മെൻറ്റ് പ്രതിനിധികളോടൊക്കെ പറഞ്ഞ രീതിയിലാണ് പത്രക്കാരെ അഭിമുഖീകരിക്കേണ്ടിയിരുന്നത്. അങ്ങനെ അഭിമുഖീകരിക്കുന്നതിന് പകരം ആ നിലക്ക് അദ്ദേഹം പറഞ്ഞു, കാരണം അടുത്ത വർഷം സംഭവമായിട്ടത് എന്ത് ചെയ്യാം എന്ന് ചർച്ച ചെയ്യാം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്കിലും കുറച്ചുകൂടി അദ്ദേഹത്തിൻ്റെ സമീപനത്തിലും ആ പ്രതികരണത്തിലും കുറച്ചുകൂടി ആ രീതിയിലായിരുന്നെങ്കിൽ ഈ വീണ്ടും ഈ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമൂഹത്തിലുണ്ടാകുന്ന ഈ ഒരു തെറ്റിദ്ധാരണ നീക്കാമായിരുന്നു. ഞങ്ങൾ കൃത്യമായി ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള ഉറപ്പും ശേഷമുള്ള ചർച്ചയിൽ നടന്നിട്ടുള്ള ഉറപ്പുമാണ് ഞങ്ങൾ പത്രക്കാരോട് പറഞ്ഞത്. അതേ കാര്യം തന്നെയാണ് മറുഭാഗം AP വിഭാഗത്തിൻ്റെ പ്രതികളും പറഞ്ഞത്. എല്ലാവരും പറഞ്ഞ അത് തന്നെയാണ്. പക്ഷേ ഇങ്ങനെ വരാനുണ്ടായ ഒരു പശ്ചാത്തലം ഈ മന്ത്രിയുടെ ഈ സ്റ്റേറ്റ്മെൻറ്റാണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടുത്തെ ഒരു അടിസ്ഥാന പ്രശ്നം ഈ സ്കൂൾ സമയമാറ്റം നടത്തി കഴിഞ്ഞാൽ സമസ്തയുടെ മദ്രസ സംവിധാനങ്ങൾക്ക് പ്രയാസം ഉണ്ടാക്കുമെന്നുള്ളതാണ്. അപ്പോൾ അടുത്ത വർഷം എന്ന് പറയുമ്പോൾ തന്നെ അടുത്ത വർഷത്തേക്കുള്ള ബാക്കി വരുന്നൊരു 5-8 മാസം ഇവിടെ നിൽക്കുകയാണ്. ഈ ഒരു സമയത്ത് സമസ്തയുടെ ഒരു മദ്രസ സമയത്തിൻ്റെ ഒരു ക്രമീകരണം, അത് സമസ്തയുടെ ഇതിൽ നിന്നും നമ്മൾ നോക്കുമ്പോൾ അതെങ്ങനെയാണ് നമ്മളിനി ക്രമീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്? ആ പ്രയാസത്തെ എങ്ങനെ നമുക്ക് ഉണ്ടാകുന്ന പ്രശ്നം 240 വർക്കിംഗ് ഡേ ആണ് നമുക്ക് മദ്രസയിലുള്ളത്. 3 പീരീഡാണ്. അപ്പോൾ 3 പീരീഡാണ് 45 പിന്നെ ഒരു 10 മിനിറ്റ് ലെസർ ടൈം, പിന്നെ ഒരു 40 മിനിറ്റ്. അങ്ങനെ സ്വാഭാവികമായിട്ടും നമ്മൾ ഇപ്പം തന്നെ ചില അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ ചില ഇടങ്ങളിലൊക്കെ പ്രാദേശികമായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ആ നിലക്ക് എന്ത് ചെയ്യുക, കുട്ടികൾക്ക് മദ്രസ പഠനം നഷ്ടപ്പെടാത്ത രീതിയിൽ അതിനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്ത് പരിഹരിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളോട് ചോദിച്ചു നിങ്ങൾക്ക് മുമ്പോട്ടാക്കിക്കൂടെ എന്ന് മന്ത്രി ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു കുട്ടികൾ ഈ വെളുപ്പം കാലത്ത് സ്വാഭാവികമായിട്ട് അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് നമ്മൾ കാണണ്ടേ. 7 മണി മുതൽ ആരംഭിച്ച് 9:20 മദ്രസ കഴിഞ്ഞ് പിന്നെ 9:45 സ്കൂളെത്തുക എന്നുള്ളത് വല്ലാത്തൊരു പ്രയാസം കുട്ടികൾക്ക് ഉണ്ടാവും എന്നൊക്കെ ഞങ്ങൾ ബോധ്യപ്പെടുത്തി. അദ്ദേഹം അത് ഉൾക്കൊണ്ടിട്ടുണ്ട്. ഏതായാലും മദ്രസയുടെ സമയത്തിൽ ഏതായാലും കുറവ് വരുത്താത്ത രീതിയിൽ അത് ക്രമീകരിച്ച് പരിഹരിക്കാവുന്നതാണ് ഈ വർഷം. അടുത്ത വർഷം ഇനിയിപ്പോൾ എന്താണ് നമ്മൾ തുടർന്ന് എങ്ങനെ നീങ്ങണം എന്നുള്ളതൊക്കെ നേതൃത്വമായിട്ട് കൂടിയാലോചിച്ചിട്ടാണ് ആ കാര്യങ്ങൾ ചെയ്യുക. ഞങ്ങൾ മീഡിയകളോട് പറഞ്ഞു, ഞങ്ങളിപ്പം പ്രത്യേകം ഒന്നും പറയുന്നില്ല, ഒരു സമരമുഖത്ത് നമ്മൾ ഉള്ളതായിരുന്നു. അതുകൊണ്ട് ഈ ചർച്ചയെ തുടർന്ന് ഞങ്ങൾ എന്ത് ചെയ്യും, നേതൃത്വമായിട്ട് കൂടിയാലോചിക്കും. ഇന്ന് തന്നെ മദ്രസ മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ യോഗമുണ്ട്. ആ യോഗത്തിൽ വെച്ചാണ് തുടർന്ന് എങ്ങനെ നീങ്ങണം എന്നുള്ളതൊക്കെ ഇപ്പം അത് സംബന്ധിച്ച് ഒന്നും പറയാൻ കഴിയില്ല. പക്ഷേ ചർച്ചയിൽ ഉണ്ടായ കാര്യങ്ങൾ യോഗത്തിൽ അവതരിപ്പിച്ച് കാര്യങ്ങൾ തുടർന്ന് എങ്ങനെ നീങ്ങണം എന്നുള്ളത് നേതൃത്വമായിട്ട് കൂടിയാലോചിച്ച് ചെയ്യും. ഏതായാലും മദ്രസ പഠനത്തെ ഒരു നിലക്കും ഇത് ബാധിക്കാൻ പറ്റില്ല. മദ്രസ പഠനത്തെ ബാധിക്കും എന്നത് കൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യുക, നേരത്തെ ഈ സമയമാറ്റം ഒരു കാരണത്താലും അനുവദിക്കാത്ത ഒരു പശ്ചാത്തലം കേരളത്തിൻ്റെ സാഹചര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. അത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ഇപ്പം മുതിർന്ന കുട്ടികളുടെ ക്ലാസ്സുകളിലാണ് ഇപ്പോൾ ഇത് നടപ്പിലാക്കുന്നത്. പക്ഷേ വരും ഭാവിയിൽ ഇപ്പോൾ മുൻകാലത്തെ ഇടത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പല തവണകളിലായിട്ട് അറബി ഭാഷയും സ്കൂൾ സമയമാറ്റവും ഒക്കെ നടപ്പിലാക്കി വലിയ പ്രക്ഷോഭങ്ങളുടെ ഒരു ചരിത്രം അവർക്ക് പാരമ്പര്യമായിട്ടുണ്ട്. ഒരുപക്ഷെ വരും ഭാവിയിലോ ഒക്കെ ഈ UP LP തലങ്ങളിലേക്കൊക്കെ ഈ ഒരു സമയമാറ്റം വന്നു കഴിഞ്ഞാൽ ഇപ്പോഴുള്ളൊരു അംഗീകാരം കൊടുക്കൽ, ഇപ്പോൾ വിമർശകരുടെ പ്രധാനപ്പെട്ട ഒരു വിമർശനം അല്ലെങ്കിൽ ചോദ്യമൊക്കെ അതാണ്, ഇപ്പം നമ്മൾ വഴങ്ങി കൊടുത്താൽ അവർ നാളെ അത് വീണ്ടും നടപ്പിലാക്കില്ലേ, അന്ന് വേറൊരു കാരണമല്ലേ വരിക എന്നുള്ളതാണ്. അതിനെങ്ങനെയാണ്? അല്ല, ഈ ഒരു വിഷയം സമൂഹത്തിൽ നിന്ന് പലരും ചോദിക്കുന്നുണ്ട്. ഒരു മണിക്കൂറല്ലേ, അതിനെന്തിനാണ് ഇപ്പോൾ സമസ്ത അങ്ങനെയൊക്കെ പ്രക്ഷോഭത്തിന് ഇറങ്ങുന്നത് എന്നുള്ള ചോദ്യം അകത്തുനിന്ന് പുറത്തുനിന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തിനാണ് ഇപ്പോൾ പ്രക്ഷോഭത്തിന് ഇപ്പോൾ ഇതിന് ഇറങ്ങിയിട്ടുള്ളതെന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ അറിയാം 2007 ഇങ്ങനെ നീക്കണ്ടായപ്പോൾ അന്ന് സമരം ചെയ്തിട്ടാണ് അതിൽ നിന്ന് പിന്മാറിയത്. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഒരു മണിക്കൂറാണ്, പിന്നെ അരമണിക്കൂറാവും, പിന്നെ 1 മണിക്കൂറാവും, ഇങ്ങനെ വരും. അതുകൊണ്ട് നിലവിൽ കേരളത്തിലൊരു സാഹചര്യമുണ്ട്, എല്ലാവരും അംഗീകരിച്ചൊരു സാഹചര്യം, അതിന് യാതൊരു കുഴപ്പമില്ല. എന്നാലും കേരളം ഇന്ത്യയിലെ 2ാം സ്ഥാനത്താണ്. മന്ത്രി തന്നെ പറഞ്ഞു വിദ്യാഭ്യാസ രംഗത്ത് 2ാം സ്ഥാനം, മികച്ചു നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ 2ാം സ്ഥാനമാണ്. ഇത്ര പഠന സമയം കുറഞ്ഞിട്ട് പോലും, പഠന ദിവസങ്ങൾ കുറഞ്ഞിട്ട് പോലും നല്ല മികവുള്ള വിദ്യാഭ്യാസം കേരളത്തിലുണ്ട്. ഞാൻ മന്ത്രിയോട് പ്രത്യേകം പറഞ്ഞു, സാർ പൊതുവിദ്യാഭ്യാസം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി സമസ്ത എപ്പോഴും കൂടെ നിന്നിട്ടുള്ളൂ. ഏത് ഭരണകൂടമാണെങ്കിലും സമസ്ത എപ്പോഴും ഈ സാധാരണക്കാരുടെ കൂടെ നിൽക്കുന്ന, അതായത് സാധാരണക്കാരുടെ ഒരു സംഘടനയാണ്. അതുകൊണ്ട് പൊതുവിദ്യാഭ്യാസം ശക്തീകരിക്കണം എന്നാണ് സംസ്ഥയുടെയും താല്പര്യം. അതുകൊണ്ട് എല്ലാ വിഭാഗത്തിൻ്റെയും പിന്തുണയും അവരുടെ അംഗീകാരവും അവരുടെ ഒരു ഗുണകരമായ രീതിയിലുള്ള സമീപനവുമായിട്ടേ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങൾ പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് അത് ബാധിക്കുന്ന പ്രശ്നമാണ്. ഒരു കാരണത്താലും ഞങ്ങളത് ഏത് ഗവൺമെൻറ് ആണെങ്കിലും ഞങ്ങളെ അനുവദിക്കില്ല എന്ന് തന്നെ തീർത്തും ഞങ്ങൾ ആ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഭാവിയിൽ ഒരു കാരണത്താലും ഇത് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതിൻ്റെ കൂടി ഒരു മുന്നറിയിപ്പ് കൂടിയാണ് സമസ്ത ഇത് മുൻകൈ എടുക്കാൻ കാരണം. എന്തുകൊണ്ടാണ് ഇതിന് പൊതുസമൂഹത്തിന് രാഷ്ട്രീയമായിട്ട് വേണ്ടപ്പെട്ടവർ യഥാസമയം ഇറങ്ങാത്തത് എന്നും ഞങ്ങൾ സംശയിക്കുന്നു. കാരണം ഇത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഏറ്റെടുക്കേണ്ട ഒരു സാഹചര്യം സമസ്തയോടൊപ്പം നിൽക്കേണ്ടതാണ്. വേണ്ട രീതിയിൽ ഒന്നും മുമ്പോട്ട് വന്ന് കാണുന്നില്ല. ഒരു സമസ്തയുടെ ഒരു പ്രശ്നം മാത്രമല്ലല്ലോ, പൊതുസമൂഹത്തിൻ്റെ കൂടി പ്രശ്നമാണ്
ഈ സമസ്തയോടൊപ്പം തന്നെ പല സംഘടനകൾ നിൽക്കേണ്ടവരായ യഥാർത്ഥം നിൽക്കാത്ത ഒരു സാഹചര്യം നമ്മളിതിൽ കാണുകയാണ്. അപ്പോൾ ഏതായിരുന്നാലും ഇത് സമയമാറ്റം. പക്ഷേ നേരത്തെ കോടതിയിൽ ശനിയാഴ്ച ഒഴിവാക്കണമെന്ന് പറഞ്ഞ് കേസ് കൊടുത്ത ആളുകൾ അത് അവർ കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈ പ്രധാന പ്രശ്നത്തിൻ്റെ പിറകിൽ കോടതിയോ സർക്കാരോ ഇപ്പോൾ അരമണിക്കൂർ എടുക്കാനുള്ള തീരുമാനത്തിൻ്റെ പിറകിൽ ഈ സംഘടനകൾക്ക് പങ്കുണ്ട് എന്ന് പൊതുജനം അറിയുന്നത് ഭയപ്പെടുന്നത് കൊണ്ടായിരിക്കും. എന്താണെന്നറിയില്ല. സ്വാഭാവികമായിട്ടും കോടതിയെ സമീപിച്ചത് കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുള്ളത്. ആ സംഘടനകൾ കോടതിയെ സമീപിക്കുന്നതിന് പകരം സർക്കാരുമായി ചർച്ച ചെയ്ത ഒരു പരിഹാരം വേറെ രീതിയിൽ ഉണ്ടാക്കേണ്ടിയിരുന്നു. ഇപ്പോൾ കോർട്ട് അലക്ഷ്യമായിട്ട് വരും. കോടതിൻ്റെ ഡയറക്ഷൻ ആയതുകൊണ്ട് സർക്കാരിന് അതിൻ്റേതായ പ്രയാസങ്ങളാണ്. വിദ്യാഭ്യാസ മന്ത്രി ഞങ്ങളുടെ ചർച്ചയിൽ ആ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. ആ സംഘടനകൾ കോടതിയെ സമീപിക്കാതെ തന്നെ പരിഹാരം ഉണ്ടാക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. അതിൻ്റെ ഒരു ദുരന്തമാണ് നമ്മളിപ്പോൾ അഭിമുഖീകരിച്ചിട്ടുള്ളത്. മുൻകാലങ്ങളിലൊക്കെ ഈ അറബി ഭാഷയുടെ വിഷയവും സ്കൂൾ സമയമാറ്റവും ഒക്കെ പ്രതിപക്ഷ സംഘടനകൾ വളരെ ശക്തമായിട്ട് ഏറ്റെടുത്തിട്ടുണ്ട്. കേരളത്തിൽ പ്രതിപക്ഷ സംഘടനകൾ ഈ വിഷയം വലിയ താല്പര്യത്തോടു കൂടി മാഷണ്ണി ഇപ്പോൾ പറഞ്ഞു. എന്തുകൊണ്ടാണ് നമ്മൾ അതിലേക്ക് ഒന്നുകൂടി ആഴത്തിലിറങ്ങി കഴിഞ്ഞാൽ എന്തുകൊണ്ടായിരിക്കും അവർ ഏറ്റെടുക്കാതിരിക്കാനുള്ള എന്താണെന്ന് അറിയില്ല. സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു ഇഷ്യൂസ് ഉണ്ടായ സന്ദർഭത്തിൽ മുന്നിൽ നിന്ന് കാര്യങ്ങൾ ഏകോപിച്ച് നടത്തേണ്ട സംഘടനകൾ, പ്രതിപക്ഷ സംഘടനകൾ പ്രത്യേകിച്ചും ഗവൺമെൻറ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് അത് ഏതായാലും ചെയ്യില്ല. അവർ നടപ്പാക്കിയ ഒരു സംഗതി സ്വാഭാവികമായിട്ടും ഗവൺമെൻറ്റിനെ അനുകൂലിക്കുന്ന സംഘടന രംഗത്ത് വരില്ലല്ലോ. പ്രതിപക്ഷ സംഘടനകൾ ആ ഉത്തരവാദിത്വം നിർവഹിക്കുകയാണല്ലോ ഇതിനൊക്കെ വേണ്ടി. ഇങ്ങനെ ഒരു ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ അത് നിർവഹിക്കുന്നതിന് പകരം വേണ്ടത്ര എന്താ താല്പര്യം പ്രകടിപ്പിക്കാത്തതെന്ന് അറിയില്ല. അവർ രംഗത്ത് വന്ന് സമസ്തയോടൊപ്പം തന്നെ ഇത് കാര്യങ്ങൾ മുമ്പോട്ട് പോകുക എന്നുള്ള കഴിഞ്ഞ കാലങ്ങളിലൊക്കെയുള്ള പാരമ്പര്യം, ആ നിലക്ക് ഒരു സമീപനം ഇക്കാര്യത്തിൽ ഇതുവരെ ഉണ്ടായി കണ്ടില്ല. ആ നിലക്ക് അവർ ഗൗരവം കാണാത്തതുകൊണ്ടോ എന്തോ അറിഞ്ഞുകൂടാ. ഏതായാലും ഈ സമസ്ത ആരെയും ഇക്കാര്യത്തിൽ കാത്തിരിക്കുക. ഏത് ഭരണകൂടമാണെങ്കിലും ഈ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയും പ്രതിഷേധിക്കുകയും വേണ്ട രീതിയിൽ പ്രതികരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പാരമ്പര്യ സമസ്ത ഇക്കാര്യത്തിലും മുമ്പോട്ട് പോയി. ഏതായാലും മറ്റുള്ളവരും കൂടി ഇതിനോടൊപ്പം നിൽക്കണമെന്ന് സമസ്ത ആഗ്രഹിക്കുന്നുണ്ട്. അവസാനമായി ഈ സമസ്ത ഈ വിഷയത്തിൽ കീഴടങ്ങി എന്ന തരത്തിലാണ് ഇപ്പോൾ ചർച്ചകളും പല ട്രോളുകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവർക്ക് പല ഉദ്ദേശങ്ങളുണ്ടായിരിക്കാം. സമസ്തയെ വിമർശിക്കുക എന്നത് ആനന്ദകരമായിട്ട് കാണുന്ന, അല്ലെങ്കിൽ അതൊരു മറ്റെന്തോ കാര്യമായിട്ട് കാണുന്ന, ഇകഴ്ത്താൻ ശ്രമിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവാം. അവരോട് എന്താണ് പറയാനുള്ളത്? അതിപ്പോൾ അടുത്ത കാലത്ത് കുറച്ച് കൂടിയിട്ടുണ്ട്. 1926 സമസ്ത 1926 സമസ്ത രൂപീകരിക്കുന്ന ഘട്ടത്തിലും ഒരുപാട് ശത്രുക്കൾ സമസ്തയെ ഈ ട്രോളാനും അതോടൊപ്പം സമസ്തയെ തേജോധനം ചെയ്യാനൊക്കെ നിരന്തരമായി ശ്രമം നടത്തിയതിൻ്റെ ഒരു 100 വർഷം അതിജീവിച്ച് ഇങ്ങനെ ഇത്രയും ബഹുജന വലിയൊരു സംഘടനയായി മാറി അതിൽ ഒരുപാട് അസൂയാലുക്കളും അതിൻ്റെ സമസ്ത വിരോധികളൊക്കെ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അത് ഇന്ന് കുറച്ചുകൂടി കൂടുതൽ ശക്തിപ്പെട്ടെന്നുള്ളൂ. സമസ്ത ഈ കാര്യത്തിലൊക്കെ ഏത് കാര്യത്തിലും അത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ട്രോളാനും അതിന് അപമതി ഉണ്ടാക്കാനും നേതൃത്വത്തെ ഇകഴ്ത്താനും ഒക്കെയുള്ള ശ്രമം ഉണ്ടായിക്കൊണ്ടിരുന്നു. അതിൽ ചില ആൾക്കാരൊക്കെ അകത്തുനിന്നും അതിന് കൂട്ടുനിൽക്കുന്നു എന്നുള്ളതാണ് ഖേദകരം. സമസ്ത അതിൻ്റെ ദൗത്യം ഈ കാര്യത്തിൽ അത് മുഖം നോക്കാതെ, ഏത് ഭരണകൂടം നോക്കാതെ അതിൻ്റെ ദൗത്യം നിർവഹിച്ചു വന്നിട്ടുണ്ട്. അതിലപ്പുറം ഒന്നും ഇപ്പോൾ അതിനെ കാണേണ്ടതില്ല. അവർ ഇനിയും ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. ഈ ട്രോളരും സമസ്തയുടെ മാർഗത്തിലൂടെ 100ാം വാർഷികത്തിന് സമസ്ത തയ്യാറെടുത്തിരിക്കുകയാണ്. അത് വലിയ അംഗീകാരത്തോടുകൂടി ബഹുജന പിന്തുണയോടുകൂടി ജനങ്ങൾ ഇതിലെ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകും. ട്രോളുന്നവർ അവിടെ നിന്ന് ട്രോളുക, എതിർക്കുന്നവർ എതിർക്കുക. അതൊന്നും സമസ്തക്ക് ഒരു പ്രശ്നമല്ല. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് അത്രയും അതിനെ പറ്റി പറയാനുള്ളൂ. ഈ കോവിഡ് വന്ന സമയത്താണ് സ്കൂളും മദ്രസൊക്കെ നിലച്ച സമയത്ത് ആദ്യമായിട്ടൊരു ഡിജിറ്റൽ പഠന രീതി ആവിഷ്കരിക്കുന്നത് സമസ്തയാണ്. യൂട്യൂബിലൂടെയും സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ ക്ലാസ്സുകൾ മുടങ്ങാതെ കുട്ടികൾക്ക് അത് പിന്നീടാണ് സ്കൂൾ സംവിധാനങ്ങൾ പോലും അതിലേക്ക് മാറുന്നത്. അപ്പോൾ നമ്മളൊക്കെ ഭയന്ന് നിന്നിരുന്നു ഈ കുട്ടികളുടെ പഠനം എന്ത് ചെയ്യുമെന്ന്. അപ്പോൾ ഈ 9:45 ഇത് തുടങ്ങുമെന്ന് പറയുമ്പം നമ്മൾ ആശങ്കപ്പെടുകയാണ്. പക്ഷെ അതിൻ്റെ മുൻപിൽ, സംസ്ഥയുടെ മുൻപിൽ അതിനുമൊരു വഴിയുണ്ടാകും. അത് മനസ്സിലാക്കാൻ കഴിയുന്ന സംസ്ഥ പ്രവർത്തകരാണ് നമ്മൾക്കുണ്ടാവേണ്ടതും നമ്മൾക്കുള്ളതും. അതുതന്നെയാണ്, അങ്ങനെ തന്നെയല്ലേ അത്? തീർച്ചയായിട്ടും. കോവിഡിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ 0-ൽ നിന്നാണ് തുടങ്ങിയത്. നമുക്കൊരു സംവിധാനമില്ല, ഇത് സ്റ്റുഡിയോ ഇല്ല, ക്ലാസ് എടുക്കുന്നവരില്ല, ടെക്നിക്കൽ വിഭാഗമല്ല. 0-ൽ നിന്ന് തുടങ്ങി ഒരാഴ്ച കൊണ്ട് നമ്മളെല്ലാം സ്ഥാപിച്ചു, ക്ലാസ് ആരംഭിച്ചു. 2020 ജൂൺ 1 അതിൻ്റെ പ്രത്യേകത ചൊവ്വാൽ 9 മദ്രസ തുറക്കുന്നത്, ജൂൺ 1 സ്കൂൾ തുറക്കുന്നു. 2 ക്ലാസ്സും ഓൺലൈൻ ക്ലാസ് ആരംഭിച്ചു. ഒരാഴ്ച പിന്നിട്ട് എന്തായിരുന്നു സ്ഥിതി? അക്കാദമിക സമൂഹം സമസ്തയുടെ ഓൺലൈൻ ക്ലാസ്സിനെ മുക്തകണ്ഠം പ്രശംസിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. എല്ലാം കൊണ്ടും അവതരണ മികവ്, അതോടെ ടെക്നിക്കൽ വിഭാഗം, അതിൻ്റെ ഗുണമേന്മ രീതി, കുട്ടികൾക്ക് ആകർഷകമായ അവസ്ഥ, എല്ലാം ഒരു മാതൃകാപരമായിരുന്നു. അതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ അതിൻ്റെ കീഴടമായ വിദ്യാഭ്യാസ ബോർഡും എല്ലാം ഒരു ലോകോത്തര മാതൃകയാണ്. അത് എല്ലാ കാലത്തും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ തെളിവാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഈ ഓൺലൈൻ ക്ലാസ്. ഏറെ മികവ് പുലർത്തിയിട്ടുള്ള നമ്മൾ ഓൺലൈൻ ക്ലാസ് അക്കാദമിക സമൂഹം മുക്തകണ്ഠം പ്രശംസിച്ചിട്ടുള്ള, അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രശംസിച്ചു,
അന്നത്തെ മുൻ വിദ്യാഭ്യാസ മന്ത്രി അതിനെ പ്രകീർത്തിച്ചു. അന്നത്തെ ഡയറക്ടർ പ്രത്യേകമായി വിദ്യാഭ്യാസ സെക്രട്ടറി എന്നെ വിളിച്ചുകൊണ്ട് ഫോണിൽ വിളിച്ചുകൊണ്ട് പ്രത്യേകം പ്രകീർത്തിച്ചു. അങ്ങനെയുള്ള സംവിധാനമാണ് സമസ്ത. അതുകൊണ്ട് സമസ്ത ലോകോത്തര മാതൃകയാണ് എല്ലാ കാര്യത്തിലും. ഈ വിഷയത്തിലാണെങ്കിലും അതിനൊരു പരിഹാരമുണ്ട്. അതിനൊരു പരിഹാരമുണ്ട്, തീർച്ചയായിട്ടും. ആ പരിഹാരത്തിൽ വിശ്വസിക്കുന്നവരാണ് യഥാർത്ഥ സമസ്തയെ മനസ്സിലാക്കുന്ന ആളുകളും മനസ്സിലാക്കേണ്ട ആളുകളും. തീർച്ചയായിട്ടും. ഈ സംഭാഷണം ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവർക്കും നന്ദി.